ഈ കൊണ്ടുവെക്കുന്ന മീറ്റ് എന്തിൻ്റെതാണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എന്തായാലും ബീഫല്ല, മട്ടനും അല്ല. പിന്നെ GCC കൺട്രിയിൽ വന്നാൽ എന്തായിരിക്കും അത്? യെസ്, അൽ ഒട്ടഹ, ഒട്ടകത്തിൻ്റെ ഇറച്ചി. ഒട്ടകത്തിൻ്റെ ഇറച്ചി കഴിക്കാത്ത ഒമാലിന് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സേവ് ചെയ്ത് വെച്ചോളി. അത് മാത്രമല്ല, ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഡിസേർട്ടിനോട്, അതൊരു യമനി ഡിസേർട്ടിനോട് റൊട്ടിയൊക്കെ കൂട്ടി കഴിക്കുന്നത്. അതും ഒരു രക്ഷയില്ലേനു. ഹായ് ഗൈസ്, മിന്നാണ്. മസ്കറ്റിലെ അൽകൂദിൽ സുൽത്താൻ ഖാബൂസ് യൂണിവേഴ്സിറ്റിയുടെ അടുത്ത് റവാബി അൽ യമൻ എന്ന് പറഞ്ഞിട്ട് ഒത്തന്റിക് യമനി ഫുഡ് സെർവ് ചെയ്യുന്ന ഒരു കിടിലൻ റെസ്റ്റോറൻറ്റിലാണ് ഞാനെന്നുള്ളത്. ഒട്ടകത്തിൻ്റെ ഇറച്ചിന്ന് ഫ്രണ്ട്സ് എല്ലാവരും പറഞ്ഞപ്പം കേട്ട പാതി കേൾക്കാത്ത പാതി ഓടിയതാണ് ഞാൻ. ക്യാബിൻ മജ്ലിസ് ആണ് ഇവിടുത്തെ ഡൈനിങ്ങിൻ്റെ ഒരു പ്രത്യേകത. ഫാമിലിക്ക് സ്പെഷ്യൽ എൻട്രൻസ് ഉണ്ട് കേട്ടോ. ആദ്യം തന്നെ കോംപ്ലിമെൻ്ററി ആയിട്ട് ഒട്ടകത്തിൻ്റെ സൂപ്പ് കിട്ടിയിട്ടോ. ഒട്ടകത്തിൻ്റെ 2 ഡിഷാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. ഒന്ന് മസാലയൊന്നും തീരെ ഇല്ലാത്ത മകനിയും, പിന്നെ നല്ല മസാലയുള്ള കെസബിയെ കഴിക്കാൻ നമുക്ക് മലയാളികൾക്ക് ആ റൈസ് മാത്രം. പക്ഷെ അധികം മസാല ഒന്നുമില്ലാതെ റോല് കുക്ക് ചെയ്തെടുക്കുന്ന ഈ മകനി കഴിക്കാൻ നമുക്ക് അതിൻ്റെ കൂടെ വരുന്ന ചട്നിയൊക്കെ വേണം കേട്ടോ. അതില്ലാതെയും കഴിക്കുന്നവരുണ്ട്. നിങ്ങൾക്ക് രണ്ടും ട്രൈ ചെയ്തോ. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ രണ്ടും ഒരു രക്ഷയില്ല. എന്തായാലും ഒരു വട്ടെങ്കിലും നിങ്ങളോട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനിയാണ് സ്റ്റാർ ഓഫ് ദ ഷോ. ഇതാണ് അവിടുത്തെ യമനി റൊട്ടി. ഇതിൻ്റെ കൂടെ വന്നൊരു സാധനമുണ്ട്, അറൈക്ക. പേര് നിങ്ങൾ നോക്കി വെച്ചോളി. അവിടെ പോയാൽ നിങ്ങൾ ചോദിച്ച് വാങ്ങിക്കോളി. ഇത് കഴിച്ചിട്ട് അവൻ്റെ മുഖത്തുള്ള ആ ചിരി കണ്ടില്ലേ? ഇറാനിക് ബ്രെഡ് ക്രഷ് ചെയ്തിട്ട് അതിൻ്റെ മേലെ ക്രീമും നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ഹണിയൊക്കെ വെച്ചിട്ട് ഒരു കിടിലൻ ഡിസേർട്ട് എന്ന് പറയുമ്പം ഹണിയാണ് അവർ മധുരത്തിന് വേണ്ടി യൂസ് ചെയ്തേക്കുന്നത്, ഷുഗർ ഇല്ല. അപ്പോൾ എന്തായാലും പോയി ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കും.